ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ. അഭിചേച്ചി, ചേച്ചിക്ക് ഓഫീസ് മുറി പണിക്കരി സാറിൻ്റെ മുറിയുടെ അപ്പുറത്ത് റെഡിയാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ഞാനത് കണ്ടിരുന്നു കുട്ടപ്പായി. ഞാൻ എന്തായാലും ഇവിടെ പകൽ മുഴുവൻ ഇരിക്കാൻ സാധ്യതയില്ല. നമ്മുടെ സഹകരണ സംഘം പ്രസിഡന്റിൻ്റെ മുറിയില്ലേ, അവിടെ പകൽ ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ഒഴിഞ്ഞു കിടക്കുന്നു എന്നാണ് അറിഞ്ഞത്. അവിടെ ആൾക്കാർ വന്ന് ശല്യം ചെയ്യും ചേച്ചി. ഓരോ ആവശ്യവും പറഞ്ഞു വരും. ഇവിടെ ആണെങ്കിൽ അത്തരം പ്രശ്നമൊന്നുമില്ല. നാട്ടുകാരുടെ ആവശ്യത്തിനല്ലേ സൊസൈറ്റി. അതിൻ്റെ ചുമതല എനിക്കുള്ളപ്പോൾ ഞാൻ അവിടെ ഇരിക്കണ്ടേ? മാത്രമല്ല, സ്കൂളിലെ മാനേജറുടെ മുറിയും വൃത്തിയാക്കിയിടണം. ആഴ്ചയിൽ ഏതെങ്കിലുമൊക്കെ ദിവസം എനിക്ക് അവിടെയും പോകണം. അപ്പോൾ സ്ത്രീകളുടെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിലും ഗാന്ധി പ്രകാശത്തിലും മുറി ശരിയാക്കണ്ടേ? നീ എന്നെ കളിയാക്കുകയാണോ? എവിടെയൊക്കെ ചുമതലയുണ്ടോ അവിടെയൊക്കെ സൗകര്യം ഉറപ്പാക്കണം നീ. പിന്നെ അതൊക്കെ പോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്ന് ചേട്ടത്തിയോടൊന്ന് ചോദിച്ചേ. കുട്ടപ്പായി, അഭിരാമി ഇനി മുതൽ സ്കൂളിലും മേൽനോട്ടത്തിന് പോകും അല്ലേ? നല്ലത് തന്നെ. പള്ളിക്കൂടമാണ് സാധാരണ ഏറ്റവും അവഗണിക്കപ്പെടുന്നത്. ഇവിടെ ഒരാൾക്ക് ആദ്യം തുടങ്ങിയിട്ടുണ്ട്. പേടിക്കണം ഗംഗാരേട്ടാ, എന്നെ ഇന്ന് നിർത്തിപ്പൊരിച്ചു. ഒരു മയവും ഇല്ല പറയുന്നതിന്. കുറച്ച് സ്ട്രിക്റ്റ് ആവണം, എന്നാലേ എല്ലാം നന്നായി നടക്കൂ. ബേബി, നിനക്ക് തന്നെയാ തട്ടുകേട്. നിൽക്കുന്ന നിപ്പി സ്കൂളിൽ നിന്ന് ഇറങ്ങാനും താമസിച്ച് ചെന്ന് കയറാനും പറ്റാതെ വരും. അത് ശരിയാ. ഈ ടീച്ചർ സാധാരണ അരി അടുപ്പത്തിട്ടിട്ട് സ്കൂളിൽ പോയാൽ അത് വാർക്കാൻ അടുത്ത പീരീഡ് വരാറുണ്ടല്ലോ. ഇനി അതൊന്നും നടക്കില്ല. എൻ്റെ ജോലി നന്നായി ചെയ്യാൻ എനിക്കറിയാം. നീ ഇതൊന്നും അഭിരാമിയുടെ കാതിലോതി കൊടുക്കാതിരുന്നാൽ മതി. അഭിരാമി ഒരേ സമയം സോഫ്റ്റായിട്ടും സ്ട്രിക്റ്റായിട്ടും പെരുമാറാൻ അറിയാവുന്ന കുട്ടിയാണ്. ഒരുപക്ഷെ നല്ലതിനായിരിക്കും ഈ വരവ്. നല്ലതോ ചീത്തയോ കാത്തിരുന്ന് കാണാം. ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം. എന്തുണ്ട് ഗംഗാരേട്ടാ വിശേഷം? ബേബി ചേച്ചി എന്താ മൂടിക്കെട്ടി നിൽക്കുന്നത്? എന്നെ കണ്ടോണ്ടാണോ കുട്ടപ്പായി പോയിക്കളഞ്ഞത്? പുതിയ ബോസിന്റെ ഇഷ്ടക്കാരനാവാൻ കിണഞ്ഞ് പരിശ്രമിക്കുവാണ്. അനുവിനെ കണ്ടില്ല. അവൻ അപ്പുറത്തെ വഴിയിലേക്കാ പോയത്. എന്തൊക്കെയുണ്ട് അനു വിശേഷങ്ങൾ? അനുവിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. കോളേജിൽ അഡ്മിഷന്റെ സമയമാണ് ഗംഗാരേട്ടാ, നിന്ന് തിരിയാൻ നേരമില്ല. ബേബി ചേച്ചി സ്കൂളിൽ പിടിമുറുകാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഞാനും കേട്ടു. ഓരോരുത്തർ മാറി വരുമ്പോൾ ഓരോ ഭരണപരിഷ്കാരങ്ങൾ. ഭാവം നമ്മളാണ് വലയുന്നത്. നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ കടന്നു ചിന്തിക്കുന്നത്? അഭിരാമി വന്ന് ഭരണമേറ്റതില്ലേ ഉള്ളൂ. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കണ്ട ശേഷം പോരെ ഈ വേവലാതി? ഗംഗാരേട്ടൻ കാത്തിരുന്നു. ബേബി ചേച്ചിക്ക് അങ്ങനെ സമാധാനമായിരിക്കാൻ പറ്റുമോ? ഒരു വിധത്തിലാണൊന്ന് നേരെ ആയത്. പുത്തൻ ഭരണം പഴയതൊക്കെ കുഴിച്ചെടുത്താൽ പ്രശ്നമായി. ഒന്നും വരാതിരിക്കട്ടെ. ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നു. എൻ്റെ മനസ്സ് വീണ്ടും പിടിവിട്ടു പോവുമോ എന്തോ. ഒന്നും മിണ്ടാതിരുന്നേ. കുറ്റം ചെയ്തവർക്കില്ലാത്ത വേവലാതിയാണ് അതിൻ്റെ 7 അയൽവക്കത്ത് പോലും നിന്നിട്ടില്ലാത്തവർക്ക്. ഒരു പേടിയും വേണ്ട. ഫാദർ അനാമികയുടെ എല്ലാ നോവലുകളും വായിച്ചിട്ടുണ്ടോ? തിയോളജിയിൽ എത്തിയ ശേഷം ഫിക്ഷൻ വായന കുറവാ. പൊതുവെ വായന തന്നെ കുറഞ്ഞു. എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം? അല്ല, അവളുടെ എഴുത്തും പെരുമാറ്റവും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല. എഴുതുമ്പോൾ അവൾ വേറൊരാളാണ്. അനാമികയെ കണ്ടാൽ സീരിയസ് ആണെന്ന് തോന്നുകയേയില്ല. കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരാളെന്നാ തോന്നുക. ഒട്ടുമല്ല. അവളുടെ ചിന്തകളൊക്കെ യുണീക്കാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മോസ്റ്റ് ടാലൻറ്റഡ്. അവളും കൗണ്ടറും വരുന്നുണ്ടല്ലോ. வணக்கம் அம்மா. நான் ஒரு பயணத்தில் இருந்தேன். இந்த பக்கம் வர வழியிலே அனாமிக மேடத்தை பார்த்தேன். എന്നെ എങ്ങനെ ഒപ്പം കൂട്ടിയെന്നതിനാണോ ഈ എക്സ്പ്ലനേഷൻസ്? അതിന്റെ കാര്യമില്ല. നീ എന്താ രാവിലെ തന്നെ ഇടം തിരിഞ്ഞാണല്ലോ. എന്തു പറ്റി? അനു ലൈബ്രറിയിൽ നിന്നുള്ള വരവാണെന്ന് തോന്നുന്നു. പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ. ஆமாம் சார், லைப்ரரி முன்னாடி தான் நான் பார்த்தது.
ഞാൻ ലൈബ്രറി പോയതാ ഫാദർ. എനിക്ക് പറ്റിയ പണി പഠിപ്പിക്കലും എഴുത്തും വായനയൊക്കെ ആണല്ലോ. അത് നീ തന്നെ തിരഞ്ഞെടുത്ത വഴിയല്ലേ അനു? നീ അതിലെത്തിപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി. അതുകൊണ്ടല്ലേ നിന്റെ പേര് ഞങ്ങളൊക്കെ ഇങ്ങനെ അഭിമാനിക്കുന്നത്. അത് ശരിയാ, എവിടെയും അനാമികയുടെ പേര് പറഞ്ഞാൽ അറിയും. എന്നും പത്രങ്ങളിൽ പേര് വരുന്നുണ്ടല്ലോ. நிஜம் ஃபாதர், மாடத்தோடைய ஒரு நாவல் தமிழ்லேயும் வந்திருக்கு. ரொம்ப ஃபேமஸ் ஆக்கும். എന്നാലും എഴുത്തുകാര് മറ്റ് പല രംഗങ്ങളിലും പരാജയമാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അതും പറയണം. മോളെ, ഓരോരുത്തരും ഓരോ ഇടത്തും സ്പെഷ്യലൈസ് ചെയ്യും. അതിലെന്താ അത്ഭുതം? അത് നല്ലതല്ലേ? കൗണ്ടറേ, കടൽ പോലെ കാട്, അതല്ലേ തമിഴിൽ വന്ന പുസ്തകം? അത് ഹിന്ദിയിലും കന്നഡയിലും വന്നിട്ടുണ്ട്. അതൊരു പുതിയ അറിവാണല്ലോ. കൺഗ്രാറ്റ്സ് അനാമിക. അതൊരു ഭയങ്കരமான നോവലാക്കും. ഞാൻ ഒറ്റ ഇരിപ്പിலேயே വാസിച്ചேன். തമിഴ് എഴുത്താളർ സുജാത അളവുക്ക് അവളവ് സൂപ്പർ. അനാമികയ്ക്ക് സ്വീകരണം നൽകുന്ന സെഷൻ എപ്പോൾ കഴിയും? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ. രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, എം ശിവകുമാർ, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.